ഇസ്ലാമിക ചരിത്രത്തിൽ ധീരത കൊണ്ടും വിവേകം കൊണ്ടും അടയാളപ്പെടുത്തിയ നിരവധി വനിതകളുണ്ട്. യുദ്ധക്കളത്തിലും വിജ്ഞാന മേഖലയിലും അവർ നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. അതിൽ പ്രധാനപ്പെട്ട ചിലരെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. 1. നുസൈബ ബിൻത്ത് കഅബ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ധീരയായ വനിതാ പോരാളികളിൽ ഒരാളായിരുന്നു നുസൈബ ബിൻത്ത് കഅബ് റളിയല്ലാഹു അൻഹു. ഉമ്മു അമ്മാറ എന്ന വിളിപ്പേരിലാണ് ഇവർ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ഇവരുടെ ജീവിതത്തിലെയും പോരാട്ടവീര്യത്തിലെയും പ്രധാന സവിശേഷതകൾ. അൻസാരി വനിത. മദീനയിലെ ബനൂ നജ്ജാർ ഗോത്രത്തിൽപ്പെട്ട ഇവർ ഇസ്ലാം മദീനയിൽ പ്രചരിക്കുന്നതിനു മുൻപേ അത് സ്വീകരിച്ച ആദ്യകാല വിശ്വാസികളിൽ ഒരാളായിരുന്നു. ഉഹദ് യുദ്ധം. നുസൈബ റളിയല്ലാഹു അൻഹ ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടത് ഉഹദ് യുദ്ധത്തിലൂടെയാണ്. യുദ്ധക്കളത്തിൽ പരിക്കേറ്റവർക്ക് വെള്ളം നൽകാനും ശുശ്രൂഷിക്കാനുമാണ് ഇവർ പോയതെങ്കിലും യുദ്ധം മുറുകിയപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിയെ സംരക്ഷിക്കുന്നതിനായി ഇവർ വാളും വില്ലും കയ്യിലേന്തി. പ്രവാചകന്റെ സംരക്ഷക. ശത്രുക്കൾ പ്രവാചകനെ വളഞ്ഞപ്പോൾ സ്വന്തം ശരീരം ഒരു കവചമാക്കി മാറ്റി ഇവർ പോരാടി. അന്ന് ഇവരുടെ ശരീരത്തിൽ 12ലധികം മുറിവുകൾ ഏറ്റിരുന്നു. ഇതുകണ്ട് പ്രവാചകൻ പറഞ്ഞത്, ഞാൻ വലത്തോട്ട് നോക്കിയപ്പോഴും ഇടത്തോട്ട് നോക്കിയപ്പോഴും നുസൈബ പോരാടുന്നത് കണ്ടു എന്നാണ്. മറ്റു പോരാട്ടങ്ങൾ. ഹുദൈബിയ ഉടമ്പടി. പ്രവാചകനോടൊപ്പം ഹുദൈബിയ ഉടമ്പടിയിൽ പങ്കെടുത്തു. യമാമ യുദ്ധം. പ്രവാചകന്റെ വിയോഗത്തിന് ശേഷം നടന്ന യമാമ യുദ്ധത്തിലും ഇവർ പങ്കെടുത്തു. അന്ന് 60കളിൽ പ്രായമുണ്ടായിരുന്നിട്ടും ധീരമായി പോരാടുകയും ആ യുദ്ധത്തിൽ ഇവരുടെ ഒരു കൈ നഷ്ടപ്പെടുകയും ചെയ്തു. വിദ്യാഭ്യാസം. യുദ്ധക്കളത്തിൽ മാത്രമല്ല വിജ്ഞാന മേഖലയിലും ഇവർ സജീവമായിരുന്നു. നിരവധി ഹദീസുകൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നുസൈബ ബിൻത്ത് കഅബ് റളിയല്ലാഹു അൻഹു ഇന്നും ലോകമെമ്പാടുമുള്ള മുസ്ലിം സ്ത്രീകൾക്ക് ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും വലിയൊരു മാതൃകയാണ്.